ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ വാങ്ങാൻ ഇനി ചിലവേറും. ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾക്ക് സബ്സിഡി നൽകാൻ കഴിയില്ലെന്ന് കേന്ദ്ര സർക്കാർ. കേന്ദ്ര ഖന വ്യവസായ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ മാസം 26-ന് ശേഷം രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾക്ക് സബ്സിഡി നൽകില്ലെന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത്. 10,900 കോടി രൂപയുടെ PME ഡ്രൈവ് സ്കീം പ്രകാരം നൽകിയിരുന്ന സബ്സിഡി കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ കേന്ദ്ര സർക്കാർ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വർഷം മാർച്ച് വരെയായിരുന്നു സബ്സിഡിയുടെ കാലാവധി. എന്നാൽ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ വിറ്റുപോയതോടെ 857 കോടി രൂപയുടെ സബ്സിഡി ഫണ്ട് തീർന്നുവെന്നാണ് കേന്ദ്ര ഖന വ്യവസായ മന്ത്രാലയം അറിയിച്ചത്. ഇക്കാര്യം അറിയിച്ച് ഓട്ടോമൊബൈൽ നിർമ്മാതാക്കളുടെ സൊസൈറ്റിക്ക് മന്ത്രാലയം ഇക്കഴിഞ്ഞ 23-ന് കത്ത് നൽകിയിരുന്നു. PME ഡ്രൈവ് സ്കീമിന്റെ ചട്ടപ്രകാരം സബ്സിഡി പരിമിതമാണെന്നും അനുവദിച്ച ഫണ്ട് തീർന്നാൽ പുതിയ അപേക്ഷകൾ പരിഗണിക്കില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. PME ഡ്രൈവ് സ്കീമിൽ ചെറിയ ബാറ്ററിയുള്ള L3 വിഭാഗത്തിലുള്ള റിക്ഷകൾക്കും L5 വിഭാഗത്തിലുള്ള ഓട്ടോറിക്ഷകൾക്കുമാണ് സബ്സിഡി നൽകിയിരുന്നത്. L3 ഈ റിക്ഷകൾക്ക് 192 കോടി രൂപയും L5 വാഹനങ്ങൾക്ക് 715 കോടി രൂപയുമാണ് അനുവദിച്ചിരുന്നത്. ഈ റിക്ഷകൾക്ക് ആവശ്യക്കാർ കുറവായതിനാൽ L5 വാഹനങ്ങളുടെ സബ്സിഡി വർദ്ധിക്കുകയായിരുന്നു. 26-ന് ശേഷം രജിസ്റ്റർ ചെയ്യുന്ന വാഹനങ്ങൾക്ക് സബ്സിഡി ഉണ്ടാകില്ലെന്നും കേന്ദ്ര മന്ത്രാലയത്തിന്റെ കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്.